മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യതലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ചൊവ്വ മേടം, വൃശ്ചികം എന്നീ രാശികളുടെ അധിപനാണ്. മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ്. ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ്, വളരെ പവർഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അംഗാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത്. പക്ഷേ ജൂൺ 1-ാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. അതിനാൽ ഈ സമയത്ത് അംഗാരക യോഗം അവസാനിച്ചിരിക്കുകയുമാണ്. കൂടാതെ മേടം രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വ ഇവിടെ ജൂലൈ 12-ാം തീയതി വരെ, അതായത് ഏകദേശം 42 ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. മേടം രാശിക്കാരുടെ 1ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ. മേടം രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ ശുഭകരമായിരിക്കും. കാരണം ഒന്നാമത് ഇത് ചൊവ്വയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. രണ്ടാമത് ചൊവ്വ ഇവിടെ നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വ 8ാം ഭാവാധിപനായതിനാൽ നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. പക്ഷേ യാത്രകളെല്ലാം തന്നെ ശുഭകരവും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാൻ ഇടയാക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ വിരോധികളും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും എല്ലാം തന്നെ പരാജയപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യം, സെൽഫ് കോൺഫിഡൻസ് വളരെ വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തും പുറത്തും നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടുന്നതുമായിരിക്കും. നിങ്ങൾ എന്ത് കാര്യവും ചെയ്യുന്നത് മറ്റുള്ളവരിൽ അനുകൂല പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. അതിനാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കണം. അതല്ല, ചൊവ്വയുടെ ഈ എനർജി നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതികൂല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. സമൂഹത്തിൽ അപകീർത്തി ലഭിക്കുന്നതായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന പേരും പെരുമയും പ്രശസ്തിയും എല്ലാം തന്നെ നഷ്ടപ്പെടുവാൻ ഇടയാകുന്നതുമായിരിക്കും. അതിനാൽ ചൊവ്വയുടെ ഈ രാജയോഗത്തിൻ്റെ ശുഭഫലങ്ങൾ കരസ്ഥമാക്കുവാൻ ഉചിത കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പോലീസ്, ആർമി, നേവി, എയർഫോഴ്സ് അതുപോലെ മറ്റ് പ്രതിരോധ വകുപ്പുകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർ, അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ എന്നിവർക്കെല്ലാം ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. മേടം രാശിക്കാർ ഈ സമയത്ത് വാഹനവും മറ്റും ഓടിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അശ്രദ്ധനായിട്ടോ ഓവർ സ്പീഡിലോ വണ്ടി ഓടിക്കുവാൻ പാടില്ല. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വാഹനം സ്വയം ഓടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടോ ട്രെയിനോ വിമാനമോ ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഉത്തമമായിരിക്കും. ചൊവ്വ 1ാം ഭാവത്തിൽ രാജയോഗം നിർമ്മിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ചൊവ്വയുടെ 3 ദൃഷ്ടികളാണുള്ളത്. 7ാം ദൃഷ്ടി എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളതാണ്. പക്ഷേ 4ാം ദൃഷ്ടിയും 8ാം ദൃഷ്ടിയും ചൊവ്വയ്ക്ക് മാത്രമായിട്ടുള്ളതാണ്.
ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലാണ്. ഇത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, മാതാവ്, രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടി, വാഹനം എന്നിവ വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതാണ്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ സമയത്ത് പൊതുജനപ്രീതി ലഭിക്കുന്നതും സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി 7-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് ദാമ്പത്യം, വിവാഹം, വ്യാപാരം, വ്യവസായം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വ്യാപാരി വ്യവസായികൾക്ക് വളരെ ശുഭഫലങ്ങൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം കാരണം ഉണ്ടാകുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി പതിക്കുന്നത് 8-ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ സ്വരാശിയുമാണ്. ചൊവ്വ 8-ാം ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളെ പോസിറ്റീവ് ആക്കി മാറ്റുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. റിസർച്ച്, PhD എന്നിവ ചെയ്യുന്നവർ, സയൻറ്റിസ്റ്റ് എന്നിവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. എങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ സാഹസികത വർദ്ധിക്കുന്നതിനാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം മേടം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.